നല്ല കുടംപുളിയും മുളകൊക്കെ ഇട്ട് വറ്റിച്ചെടുത്ത് അടിപൊളി നാടൻ വരാൽ കറിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വരാൽ ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടി തിരുമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് പച്ചമുളകും വേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാശ്മീരി ചില്ലിയും മല്ലിപ്പൊടിയും കൂടെയും ചേർത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുത്ത് വെക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള കുടംപുളിയും കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളി പച്ചമുളകും വേപ്പിലയും കൂടെയും ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുളക് പൊടിയൊക്കെ ചേർത്ത് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്കതിലിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ വെള്ളത്തിൽ, ആ വെള്ളവും കുടംപുളിയും പിന്നെ നമ്മുടെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോൾ നല്ല കുടംപുളിയുടെ മണമൊക്കെ ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കണ ആ മീൻ കഷ്ണങ്ങളും കൂടെയും ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. മീനൊക്കെ വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയും കൂടെയും ചേർത്ത് ഒരു വാഴയിലൊക്കെ വെട്ടി ഒന്ന് മൂടി വെച്ചെടുക്കാം. 2-3 മണിക്കൂറിന് ശേഷം നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് ഇതിൽ പുളിയും മുളകൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് ചോറിൻ്റെ കൂടെ എടുത്ത് കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യണേ.